ഗോൾ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയത്തിൽ കല്ല് എന്ന് പറയുന്ന അസുഖം അതിൻ്റെ പ്രധാനമായ അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വലത് ഭാഗത്തും മുകൾ ഭാഗത്തായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. ഈ പിത്താശയത്തിൽ കല്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കരൾ പിത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ആ പിത്തം നമ്മുടെ ദഹനത്തിന് വേണ്ടിയുള്ളതാണ്. ആ പിത്തത്തിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കാൽസ്യം സോൾട്സ് കൂടുതലുണ്ടെങ്കിൽ ഇത് തരി കലങ്ങിയ വെള്ളം പോലാണ്. നമ്മൾ ഇത്തിരി തരി കലങ്ങിയ വെള്ളം ഏതൊരു ഒരു ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് താഴെ അടിയും. അതുപോലെ തന്നെ ഈ ടോട്ടൽ സിസ്റ്റത്തിൽ നമുക്ക് പിത്താശയത്തിൽ ഇത് കെട്ടി നിൽക്കും. ബാക്കിയുള്ള നമ്മൾ കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തം നേരെ ചെറുകുടലിലേക്ക് ഒഴുകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് സ്റ്റോർ ചെയ്യാനാണ് ഈ പിത്താശയം. ആ പിത്താശയത്തിൽ കെട്ടി നിൽക്കുമ്പോൾ അത് പതുക്കെ കല്ലായി ഫോം ചെയ്യുകയും ഓരോ പ്രാവശ്യം ഭക്ഷണം ചെല്ലുമ്പോൾ പിത്താശയം കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ കല്ല് വന്ന് അവിടെ തടസ്സപ്പെടുത്തുകയും വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് ഇൻഫെക്ഷനായി മാറുന്നു. അതിനെ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു. ചിലപ്പോൾ ആ കല്ല് പ്രധാന പിത്തക്കുള്ളിലേക്ക് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുകയും മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾക്ക് ഒരു കാരണമാവുകയും ചെയ്യാം. പിത്താശയത്തിൽ കല്ല് ഒരു സ്കാൻ ചെയ്തൊരു പിത്താശയത്തിൽ കല്ല് കണ്ടുപിടിച്ചില്ല, കല്ലുകൾ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ചികിത്സ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ സിംറ്റമാറ്റിക് രോഗലക്ഷണങ്ങളുള്ള പിത്താശയത്തിൽ കല്ലുകളെല്ലാം നമ്മൾ ലാപ്രോസ്കോപ്പിക്കലായിട്ട് തന്നെ ഈ കല്ലും പിത്താശയവും നീക്കം ചെയ്യണം. കാരണം പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് കല്ല് മാത്രം നീക്കം ചെയ്താൽ പോരെന്ന്. ഒരിക്കലുമല്ല. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ സിസ്റ്റത്തിൽ ഈ ഗോൾ ബ്ലാഡറിൽ മാത്രമേ ഈ പിത്തം കെട്ടി നിൽക്കുകയുള്ളൂ. നമ്മൾ കല്ല് മാത്രം എടുത്താൽ വീണ്ടും ഇതേപോലെ പിത്തം വന്ന് കെട്ടി നിന്നിട്ട് വീണ്ടും കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിത്താശയം കൂടി എടുക്കുന്നത്.